ക്രിസ്തയേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി യേശുവിൻ്റെ ഉപമകളെക്കുറിച്ച് പഠിപ്പാൻ കൊണ്ട് നാം പോവുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം പുതിയതും പഴയതുമായ സത്യങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇടങ്ങൾക്കായി യേശു പഠിപ്പിച്ചതായ ഉപമകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് സഹായമായി ഉതകുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ. അടിയങ്ങൾ ഈ ധ്യാനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൽ കൂടി താഴ്മൊഴിവിനെയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അത് യേശു ക്രിസ്തുവിൻ്റെ ഉപമകൾ എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനവധിയായ ഉപമകളൊക്കെയും സ്വർഗീയമായതായ ദർശനത്തെ, സ്വർഗീയമായ സത്യങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം ഭൂമിയിലെ ഓരോ കാര്യങ്ങളും ഒരു സാധനാ പാഠങ്ങളായിട്ട് യേശു ക്രിസ്തു നമുക്ക് ഉപദേശിച്ചു തരുന്നു. ഇന്ന് നാം വായിപ്പാൻ പോകുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 52-ാമത്തെ വാക്യമാണ്. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദസ്യനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു വീട്ടുടയവനെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് തൻ്റെ വീട്ടിൽ, നമുക്കറിയാം വീടുകളിൽ പല വലിയ കാര്യങ്ങളുണ്ട്, പഴയതും പുതിയതുമായത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ അതേ പഴയതായ എൻ്റെ പ്രായമനുസരിച്ച് ഉള്ളതായ അനേക വസ്തുവകൾ ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതൊക്കെ അവിടെ ഉണ്ട്. ചിലതൊക്കെയും സ്റ്റോറേജിൽ അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന മുറിയിൽ, അല്ലെങ്കിൽ പഴയതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന മുറിയിൽ പലതുമുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഉള്ള ഒരു അവസ്ഥ, അതായത് അവരവരുടെ വീടുകളിൽ നടക്കുന്ന യഥാർത്ഥമായി നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഒരു വീട്ടുട, അതായത് തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ, അത് പഠിപ്പിക്കുന്നതിന് മുൻപായിട്ട് യേശു ക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, ഞാൻ പറയുന്ന ഉപമകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന്. അത് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞതായ സാഹചര്യത്തിലാണ് യേശു ക്രിസ്തു ഈ ഉപമ അവരോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നതായ ഈ പാഠത്തിൽ എന്താണ് നമുക്ക് പഠിപ്പാനുള്ളത്? അത് നമുക്കറിയാം, ഈ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, അത് ആകുന്നു പഴയതും പുതിയതുമായ ഒരു നിയമമായിട്ടാണ് നാം അതിനെ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം, അതിൽ അടങ്ങിയിരിക്കുന്നതായ അനേക നിക്ഷേപങ്ങൾ ഉണ്ട്. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ പഴയ നിയമകാലത്ത് കൊടുത്തിരുന്നതായ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ, അവർ ദൈവത്തിനു വേണ്ടി എടുത്തതായ തീരുമാനങ്ങൾ, അവർ ദൈവരാജ്യത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം പഴയ നിയമത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ആ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ തന്നെ നാം പുതിയ നിയമത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? പഴയ കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെയും പലതും, അതായത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോ നിറവേറലുകളും, അതായത് പഴയ നിയമത്തിൽ പ്രവചിച്ചിരുന്നതായ കാര്യങ്ങളിലൊക്കെയും നിറവേറലാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് നിയമങ്ങൾ അടങ്ങിയതായ പുസ്തകം അതൊരു വീട്ടുടയവൻ്റെ പഴയതും പുതിയതുമായി സൂക്ഷിക്കുന്ന നിക്ഷേപ മുറി പോലെ, അല്ലെങ്കിൽ നിക്ഷേപ സ്ഥലം പോലെയാണ് എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? അത് എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിൽ ദൈവമക്കളുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എൻ്റെയും നിങ്ങളുടെയും അറിവിനായി, എൻ്റെയും നിങ്ങളുടെയും ആത്മീയ പ്രചോദനത്തിനായി, നമ്മുടെ ആത്മീയമായ ജീവിത വഴിത്താരയ്ക്ക് വേണ്ടി ഇതൊക്കെയും യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ അത് പലപ്പോഴും അംഗീകരിക്കാതെ ലൗകികമായ, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തിന് നിദാനമായിരിക്കുന്ന മറ്റനേക കാര്യങ്ങൾ ചിന്തിച്ച് അതേ നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാറുണ്ട്. ആയതുകൊണ്ട് അങ്ങനെ പോകാതെ ദൈവത്തിൻ്റെ വചനത്തിൽ പഴയതും പുതിയതും അടങ്ങിയതായ തിരുവചനം ധ്യാനിപ്പാൻ, പഠിപ്പാൻ വേണ്ടിയാണ് ദൈവം നമ്മോട് അവകാശപ്പെടുന്നത്. അതായത് നമുക്കറിയാം, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ, അതായത് പഴയ നിയമം വേണ്ട എന്ന് പറയുന്ന അനേകരുണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഒന്നില്ല എങ്കിൽ മറ്റൊന്നില്ല, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണമായിട്ടുള്ളൊരു പഠിപ്പാകുകയുള്ളൂ. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് നാം പഠിക്കുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആ പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്.
അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിവൃത്തി, അതായത് പഴയ നിമിത്ത കാലത്തുണ്ടായിരുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി ഒക്കെയും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോ കാലാകാലങ്ങളിലായി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ദൈവം ചെയ്ത നന്മകൾ, അതുപോലെ തന്നെ മനുഷ്യർക്ക് അവരുടെ ജീവിത അനുഭവങ്ങളൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നതായ ദൂതുകൾ നമുക്ക് വേദപുസ്തകത്തിൽ ലഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആദാമിനെക്കുറിച്ചും സേത്തിനെക്കുറിച്ചും ഹാനോക്കിനെക്കുറിച്ചും മെഥുസലയെക്കുറിച്ചും അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങൾ, നോഹയെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എപ്രകാരം ജീവിച്ചു എന്ന് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹാനോക്ക് 300 വർഷത്തോളം ദൈവത്തോട് നടന്നുവെന്ന് തിരുവചനം അനുശാസിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നാം പഠിക്കണം. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുകയാണെങ്കിൽ അതേ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ അവരെത്ര നാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നാം എവിടെ നിന്ന് മനസ്സിലാക്കുന്നു? പഴയ നിയമത്തിൽ നിന്നാണ്. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ അല്ലെങ്കിൽ പഴമയെ എടുത്ത് കളയുന്ന ഒരു അനുഭവമാണ്. ആയതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാകരുത്. കാരണം യഹൂദന്മാരുടെ ജീവിതചര്യകളിൽ അനേക സത്യങ്ങൾ ഉള്ളടങ്ങിയിരുന്നു. ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ കൂലങ്കഷമായിട്ട് പഠിക്കേണ്ടതായ ഒരാവശ്യമുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷാപദ്ധതി പഴയ നിയമകാലത്ത് ദൈവം ഒരുക്കിയത് എപ്രകാരമായിരുന്നുവെന്നും അതെങ്ങനെയാണ് യേശുക്രിസ്തുവിലൂടെ നിറവേറുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആയതുകൊണ്ട് പഴയതും പുതിയതുമായ സത്യവേദ പുസ്തകം പൂർണ്ണമായിട്ട് പഠിക്കണം. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം, അതേ ഉയർപ്പിന് ശേഷം നടന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 24 മുതൽ 24-ൻ്റെ അവസാന ഭാഗങ്ങൾ 27 മുതലുള്ളതായ വാക്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ പോവുകയാണ്. അപ്പോൾ അവർ നിരാശയിലൂടെയാണ് പോകുന്നത്. എന്നാൽ അവരോടൊപ്പം ഒരു സന്ദർശനം അവരോടൊപ്പം ചേർന്നു. എന്നിട്ട് അവരോട് പല കാര്യങ്ങളും ഇങ്ങനെ വിഷയങ്ങൾ നമ്മൾക്കറിയാവില്ല, വീട്ടുകാര്യങ്ങൾ നാട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് പറഞ്ഞ കൂട്ടത്തിൽ, അതായത് അവരോട് അവരുടെ നിരാശയുടെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവരോട്, ഇവിടെ ഞാൻ വാക്യം വായിക്കുന്നത് 24-27, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് എന്ത് ചെയ്തു? വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ താൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? പഴയ നിയമത്തെ കാലത്ത് മോശയുടെ കാലം മുതൽ പ്രവാചകന്മാരിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം താൻ എഴുതി കൊടുത്തു. അപ്പോൾ അത് അവിടെ നാം പഠിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? അവിടെയുള്ള ജീവിതാനുഭവങ്ങൾ, അതായത് പ്രവചനങ്ങളൊക്കെയും ആരെ ചൂണ്ടിക്കാണിക്കുന്നു? യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ കണിശമായിട്ടും അതേ മോശയിലൂടെ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ 5:46 ഞാൻ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇത് യേശുക്രിസ്തു പറയുന്ന കാര്യമാണ്. ആരെക്കുറിച്ചാണ്? മോശയുടെ കാലത്ത് മോശ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പം മോശയെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കണിശമായിട്ടും യേശുവിനെയും വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ അവർ വെറും വിശ്വസിക്കുന്നു അതരം കൊണ്ട് പറയുന്നുള്ളതല്ലാതെ യഥാർത്ഥമായിട്ട് അവരനേക കാര്യങ്ങൾ വിശ്വസിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആയതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവിന്, ഉറപ്പിന് നാം എന്തു ചെയ്യണം? അതാണ് യോഹന്നാൻ സുവിശേഷം 5:39 ഞാൻ വായിക്കുന്നത്. ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നുവെങ്കിൽ അവ എനിക്ക് സാക്ഷ്യം പറയുകയാണ്. ആരെക്കുറിച്ചാണ്? യേശുക്രിസ്തുവിനെക്കുറിച്ച്. അപ്പോൾ പഴയ നിയമകാലത്ത് മോശ സംസാരിച്ചു, പുതിയ നിയമകാലത്ത് തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്ന കർത്താവ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതായത് യേശുക്രിസ്തുവിനെക്കുറിച്ച് മോശ എഴുതി, അതുപോലെ തന്നെ ആ സാക്ഷ്യങ്ങൾ പ്രവചന നിവൃത്തി പുതിയ നിയമത്തിലുണ്ടായി. അപ്പോൾ അതൊക്കെയും നമുക്ക് അതൊരു സാക്ഷ്യമാണ്. അതുകൊണ്ട് പലരും എന്ത് ചെയ്യുന്നു? ഈ പഴയ നിയമം വേണ്ട എന്ന് പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ പുതിയതും അംഗീകരിക്കാത്തവരാണ്. അതിനെയും വേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്, നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ക്രിസ്തീയ ഭവനങ്ങളിൽ പൂർണ്ണമായിട്ടും, അതായത് പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയതായ പുസ്തകത്തെ വായിക്കുകയും
പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ 10 കൽപ്പന കൊടുത്തത് സീനായി മലയിൽ വെച്ചാണ്. അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. എന്നാൽ അതിന് പിന്നീട് ആവർത്തന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് യേശു ക്രിസ്തുവിനെ നിത്യജീവൻ അന്വേഷിപ്പാനെ കൊണ്ടൊരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ അവനോട് പറഞ്ഞത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെയും ഞാൻ ചെറുപ്പകാലം മുതൽ അന്വേഷിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും പറഞ്ഞൊരു കാര്യം, ഇത് പഴയ നിയമ കാര്യങ്ങളൊക്കെയും പുതിയ നിയമത്തിൽ റിഫ്ലക്ഷൻസ്, അതിൻ്റെ പ്രതിഫലനം കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതില്ല എങ്കിൽ ഇതില്ല. അതിനെക്കുറിച്ച് ഒരു ഉദ്ധരണി പറയുന്നത്, ദ ലോ ഈസ് ദ ഗോസ്പൽ എംബോഡിഡ് ആൻഡ് ദ ഗോസ്പൽ ഈസ് ദ ലോ അൺഫോൾഡഡ്. ദ ലോ ഈസ് ദ റൂട്ട്, ഗോസ്പൽ ഈസ് ദി ഫ്രാഗ്രൻറ്റ് ബ്ലോസം ആൻഡ് ദ ഫ്രൂട്ട് വിച്ച് ഇറ്റ് ബേഴ്സ്. അപ്പോൾ ഇത് നിയമമില്ല എങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയില്ല, അല്ലെങ്കിൽ കൃപയില്ല. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ നിയമവും സുവിശേഷവും അതുപോലെ തന്നെ സുവിശേഷവും നിയമവും ഇത് ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് പഴയ നിയമം പുതിയ നിയമത്തിന് വേണ്ടി വെളിച്ചം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ നിവൃത്തിയാണ് പുതിയ നിയമം കാണുന്നത്. അപ്പോൾ ഈ പുതിയ നിയമവും പഴയ നിയമവും ഒത്തുപോകേണ്ട ഒരു ആവശ്യം, അതാണല്ലോ പഴയതും പുതിയതുമായ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഇതിലൊക്കെയും എന്തുണ്ട്? സത്യമുള്ളടങ്ങിയിരിപ്പുണ്ട്. ആ സത്യം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് തന്നെക്കുറിച്ച് താൻ തന്നെ പ്രസ്താവിച്ചത് പ്രകാരമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 54 മുതൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്: എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ താൻ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാകുന്നു, അത് ഭക്ഷിക്കുകയും അത് എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടോ എന്നുള്ളത് വേറൊരു തരത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നാം നമ്മുടെ ജീവിതങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് നമ്മുടെ നിത്യജീവന് നിദാനമായി തീരുകയാണ്. അത് നിത്യജീവനുള്ള രക്ഷാപദ്ധതിയായി തീരുകയാണ്. ആയതുകൊണ്ട് ഇതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചിന്തിച്ചു പോവുകയാണ്. അതായത് നമുക്കറിയാം, യേശു ക്രിസ്തു ജനിച്ചതായ സമയത്ത് അത് തന്നെ കാണുവാൻ തക്കവണ്ണം കിഴക്കിൻ്റെ ദേശത്ത് നിന്ന് കുറേ പേര് വന്നു. അപ്പോൾ അവർ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു, അതിൻ്റെ നക്ഷത്രങ്ങൾ ഞങ്ങൾ കണ്ടു. ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ നേരെ പോയത് അന്നത്തെ രാജാവായ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രയാസമുണ്ടായി. കാരണം അവിടെ രാജാവായിരിക്കുന്നത് ഹെരോദാവാണ്. ആ ഹെരോദാ രാജാവിനോടാണ് ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്ന്. അപ്പോൾ ആ യെരുശലേമിലൊരു വലിയ കലക്കമുണ്ടായി ഈ ഒരു സംഭവം കേട്ടപ്പോൾ. ആ സാഹചര്യത്തിൽ അവർക്ക്, അല്ലെങ്കിൽ ഹെരോദാവിനറിയത്തില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ഉടനെ ഹെരോദാവ് പിന്നെ യഹൂദന്മാരുടെ പ്രമാണികളെ വിളിപ്പിച്ചു. യഹൂദന്മാരുടെ പ്രമാണികളൊക്കെയും കടന്നു വന്നു. അവർ കടന്നു വന്നപ്പോൾ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഇതാ കിഴക്കിൻ്റെ ദേശത്ത് നിന്ന് കുറേ പേര് വന്നിരിക്കുന്നു, അവർ ഇങ്ങനെ ആവശ്യം ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി ജനിച്ച ശിശു എവിടെ? അവനെ കാണുവാനും അവനോട് പ്രാർത്ഥിക്കുവാനാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് ഉടനെ തന്നെ ശാസ്ത്രിമാർ അവർ പരിശോധിച്ചു, അവരുടെ പുസ്തക ചുരുളുകൾ പരിശോധിച്ചു, അവർ കണ്ടുപിടിച്ചു. മീഖാ പ്രവചനത്തിൽ പറയുന്നുണ്ട് ബെത്ലഹേമിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ മശിഹ ജനിക്കുമെന്നുള്ളത്. ഉടനെ തന്നെ അവർ പ്രവാചകനായ മീഖായുടെ പുസ്തകത്തിൽ നിന്നും ഉദ്ധരിച്ചു, ബെത്ലഹേം എഫ്രാത്തായിലാണ് യേശു ക്രിസ്തു ഇസ്രായേലിൻ്റെ പ്രഭുവായവൻ ജനിക്കുന്നത്. ഈ പ്രവചന നിവൃത്തി കണ്ടപ്പോൾ കണിശമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രവചനം അത് സത്യമായതുകൊണ്ട് അത് എല്ലാവരും ശരിവെച്ചു. അങ്ങനെ ഈ കിഴക്കിൽ നിന്ന് വന്നതായ വ്യക്തികൾ ബെത്ലഹേമിലേക്ക് പോകാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ടു. അതിനുശേഷമുള്ളതായ സംഭവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട്. പോകുന്നതിന് മുൻപായിട്ട് ഹെരോദാ രാജാവ് പറഞ്ഞു, നിങ്ങൾ പോയി ആ ദൈവത്തോട് ആരാധിക്കുക, അതിനുശേഷം നിങ്ങൾ തിരിച്ചു വരിക, വന്നിട്ട് ഞാനും പോയി ഈ യഹൂദന്മാരുടെ രാജാവിനെ കണ്ട് വണങ്ങുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എന്ന് അവരെ പറഞ്ഞയച്ചു. എന്നാൽ തൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു.
അവർ പോയി കണ്ടു, ശിശുവിനെ വണങ്ങി പ്രാർത്ഥിച്ചു. ശിശുവിന് അവരുടെ കൈവശമുണ്ടായിരുന്ന സമ്മാനങ്ങളൊക്കെയും കൊടുത്തതിന് ശേഷം അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങൾ തിരികെ പോകണ്ട, നിങ്ങൾ തിരികെ പോകുന്നത് യഹൂദയിലേക്കല്ല, അല്ലെങ്കിൽ യെരുശലേമിലേക്കല്ല, പിന്നെയോ വേറെ വഴിയായി നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഹെരോദ രാജാവ് കുറേ നാൾ കാത്തിരുന്നു. എന്നാൽ കണ്ടില്ല. അപ്പോൾ തനിക്ക് മനസ്സിലായി ഇതിലെന്തോ ചതിയുണ്ട്, അല്ലെങ്കിൽ ഇതെന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് താൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചതായിട്ട് തിരുവചനം അനുശാസിക്കുന്നുണ്ട്. ആ കാലത്ത് ജീവിച്ചിരുന്ന 2 വർഷത്തെ ആ ഏകദേശം പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള എല്ലാ ശിശുക്കളെയും നിഗ്രഹിക്കുവാനുള്ളതായ കൽപ്പന കൊടുത്തു. അതെ, അതൊക്കെയും പ്രവചനം നിവൃത്തിയായിട്ട് സംഭവിച്ചു എന്ന് എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു? വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് അതിനെക്കുറിച്ച് പറയുന്നത്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഷെഡ്സ് ലൈറ്റ് അപ്പോൺ ദ ന്യൂ and the new upon the old. Each is a revelation of the glory of God in Christ. Both present truth that will continually reveal new depths of meaning to the earnest seeker. അത് അന്വേഷിക്കുന്നതായ ഓരോ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തു പറഞ്ഞത്, അത് എന്നെ അന്വേഷിക്കുന്നവർക്ക് എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെ അല്ല, ഈ അപ്പം തിന്നുന്നവർ എന്നേക്കും ജീവിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ ഓരോരുത്തരുടെയും അറിവിനായി, അതേ പ്രവചന നിവൃത്തിയായി പഴയതും പുതിയതുമായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അതെ, നമ്മുടെ ആത്മീയ നിറവിനു വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനം വിശുദ്ധമാണ്. അത് നമ്മെ എന്തു ചെയ്യും? നമ്മെ വേണ്ട, നമുക്കറിയേണ്ട കാര്യങ്ങളെല്ലാം അത് കാട്ടിത്തരും. അത് വെളിച്ചമാണ്. അത് മലമേൽ ഇരിക്കേണ്ടതാണ്, തണ്ടിന്മേൽ വെക്കേണ്ടതാണ്, അല്ലാതെ അത് മൂടി വയ്ക്കേണ്ടതല്ല. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി. അതെ, ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി വളരുവാൻ തക്കവണ്ണമാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിലൂടെ നമുക്ക് ഉപദേശം നൽകിയിരിക്കുന്നത്. അത് ഇരുണ്ട അന്ധകാരത്തിലെ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മെ സത്യപാതയിലേക്ക്, ദൈവത്തിൻ്റെ വഴികളിലേക്ക് വഴി തെളിക്കും. അതുകൊണ്ട് ഈ വെളിവാക്കപ്പെട്ടതായ ദൂതുകൾ അത് നമുക്ക് വേണ്ടി തന്നതാണ്. അത് നാം അന്വേഷിക്കുക, അതിനെ പിൻപറ്റുക. അങ്ങനെ നാം പോകുമ്പോൾ അതേ നമുക്ക് നിത്യരായതിന് ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നാം ഇത് കാലത്തിൻ്റെ അവസാനത്തെ ജീവിച്ചിരിക്കുകയാണ്. കാലാന്ത്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വചനത്തിൻ്റെ ക്ഷാമമുണ്ടാകും, അല്ലെങ്കിൽ വചനം ലഭിക്കാതിരിക്കും, അല്ലെങ്കിൽ വചനം കിട്ടുവാൻ പ്രയാസമാകും. ആ വരുന്ന സാഹചര്യം എവിടെ നാം അന്വേഷിക്കാൻ തക്കവണ്ണം സാധിക്കും? അതെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഇത് കരുതിക്കൊള്ളേണ്ട ആവശ്യമുണ്ട്. ആയതുകൊണ്ട് അത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഒരു പഴയതും പുതിയതുമായ കാര്യങ്ങൾ കൊടുക്കുന്ന വീട്ടുടനെ പോലെ യേശു ക്രിസ്തു അത് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ ഇത് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് ലഭിച്ചതായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പ്രവചന നിവൃത്തി. പഴയ നിയമത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവൻ വീണ്ടും വരുന്നു, അതായത് ആദ്യത്തെ വരവ്. എന്നാൽ പുതിയ നിയമത്തിൽ വായിക്കുന്നത് അത് ആ പ്രവചനങ്ങളൊക്കെയും ഒന്നൊന്നായിട്ട് നിറപടിയായിട്ട് നിറവേറ്റപ്പെടുന്നതായിട്ടാണ്. അതെ, ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷമായാലും മർക്കോസിൻ്റെ സുവിശേഷമായാലും ലൂക്കോസിൻ്റെ സുവിശേഷമായാലും യോഹന്നാൻ്റെ സുവിശേഷമായാലും അതിലൊക്കെയും പറയുന്നത് വചനത്തിൻ്റെ നിവൃത്തി. അത് പ്രവാചകന്മാരുടെ നിവൃത്തി. യേശായി പ്രവാചകൻ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രവാചകൻ പറഞ്ഞു. ഈ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകുന്നത് പുതിയ നിയമത്തിലാണ്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവരും, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് അവർക്ക് പ്രചോദനം കൊടുത്തത് പഴയ നിയമകാലത്ത് കൊടുത്തിരുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തുവിലൂടെ നിറവേറി. അപ്പോൾ ഇതൊക്കെയും എനിക്ക് നിങ്ങൾക്കും ചൂണ്ടിക്കാണിക്കുന്നത് പഴയ നിയമത്തിൻ്റെ നിവൃത്തിയും പുതിയ നിയമത്തിൻ്റെ അതായത് അത് എപ്രകാരം നിവൃത്തിയായി എന്നുള്ളതുമാണ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അതുമാത്രമല്ല, അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ, അതായത് ഇനി സംഭവിക്കാനിരിക്കുന്നതായ കാര്യത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് വെളിപാടുകാരൻ 14-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുവിശേഷം അത് എല്ലാ ജാതികൾക്കും പ്രസംഗിക്കപ്പെടും. അത് ഈ നിത്യരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു
എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന മറ്റൊന്നുമല്ല, അതായത് നാം ജീവിച്ചിരിക്കുന്ന കാലയളവ് വളരെ വിലയേറിയതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. ആയതുകൊണ്ട് ആ ദൈവരാജ്യത്തിന് കൈവിളക്കുകളായി തീരുവാൻ, അത് വെളിച്ചവാഹികളായി തീരുവാൻ വേണം നാം പ്രവർത്തിക്കണം. എന്നാൽ അതോടൊപ്പം നാം ഒരു കാര്യം ഓർത്തു പോകണം. എന്താണെന്നറിയാമോ? പിശാചും അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ അത് ദൈവവചനം തെറ്റാണ്, അല്ലെങ്കിൽ അത് ആരോ എന്തോ എഴുതി കൂട്ടിയതാണ്, അത് സത്യമല്ല എന്ന് പറയുവാൻ തക്കവണ്ണം അനേക ക്രിട്ടിക്സ് പ്രത്യേകിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പഠിച്ച് അത് ഇന്നതല്ല, അത് ശരിയല്ല, അത് പ്രവാചകന്മാരുടെ കാലം ശരിയല്ല, മറ്റതല്ല മറിച്ചല്ലെന്ന് പറയുന്ന ഒരു ഹയർ ക്രിറ്റിസിസം എന്ന് പറയുന്ന സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെയും പറയുന്നത് എന്താണ്? ദൈവവചനമല്ല, ദൈവമില്ല. അപ്പോൾ ഇതിലേക്ക് വഴിതെളിക്കപ്പെടുവാൻ തക്കവണ്ണം ഉള്ള ഉപാധികളൊക്കെയുമുണ്ട്. അത് ചിലപ്പോൾ സഭാ മേലധ്യക്ഷന്മാരായിരുന്നേക്കാം. അവർ മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവൻ്റെ ചിന്താഗതിയെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള ഉപാധികൾ, അത് പിശാചിലൂടെ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതൊക്കെയും അതിനെക്കുറിച്ച് വെളിപാടുകാരൻ ഇപ്രകാരം പറയുകയാണ്. എന്താണ്? വെളിപാട് 1:3 ഞാൻ വായിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. അതായത് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ തക്കമുള്ള ഒരു പ്രബോധനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കാരണം അത് വായിക്കാതിരിക്കാനുള്ള പ്രവണതകളൊക്കെ എന്തു ചെയ്യുന്നു? പിശാചായവൻ മനുഷ്യശക്തികളിലൂടെ പ്രവർത്തിക്കുകയാണ്. അത് ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പോകാതെ ഇരിപ്പാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗരാജ്യം പഴയതും പുതിയതുമായി വിൽക്കുന്ന ഒരു വീട്ടുടയവനോട് സാദൃശ്യം. അപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമേ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുള്ളതാണ്? അതായത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കർത്താവ് തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:3 ഞാൻ വായിക്കുകയാണ്. ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അതെ, നാം യേശു ക്രിസ്തുവിൻ്റെ ഇവിടെയുള്ള മനുഷ്യ അവതാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അയച്ചവനായ ദൈവത്തെക്കുറിച്ച് പഠിക്കുകയാണ്, ദൈവിക ശക്തികളെക്കുറിച്ച് പഠിക്കുകയാണ്. അതൊക്കെയും നമ്മെ പഠിപ്പിക്കുന്ന എവിടെ നിന്നാണ്? മറ്റൊന്നുമല്ല, മറ്റുള്ളവരെഴുതിയിരിക്കുന്ന ഫിലോസഫിയിലല്ല, തത്വശാസ്ത്രത്തിലല്ല, പിന്നെയോ തിരുവചനത്തിലാണ്. അത് വളരെ ലളിതമായിട്ട് അത് എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ അവ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉതകുവാൻ തക്കവണ്ണം അത് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം അതിനെ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രവണത, ഒരു മനസ്സൊരുക്കം നമുക്കുണ്ടായിരിക്കണം. അതായത് ഒരു ഉദാഹരണം പറയുന്നത്, സ്റ്റഡി ഓഫ് ദി ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് ഈസ് അറ്റോണിങ് സാക്രിഫൈസ് ആൻഡ് ദ മെഡിറ്റോറിയൽ വർക്ക് will employ the mind of a diligent student as long as time shall last, and looking to heaven with its unnumbered years of exclaim. കാരണം ദൈവരാജ്യത്തിൻ്റെ മർമ്മം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്, എഴുതപ്പെട്ടതായ തിരുവചനത്തിലാണ്. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ആ മർമ്മം മനസ്സിലായിക്കൊണ്ട് ദൈവരാജ്യത്തിന് ഒരുങ്ങുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അതേ കർത്താവ് ഞങ്ങൾക്ക് ഉപമകളിലൂടെ വലിയ സത്യം പുതിയതും പഴയതുമായ തിരുവചനത്തിലൂടെ നൽകിയിരിക്കിയാൽ അതിൽ നിന്ന് പഠിച്ച് മനസ്സിലായിക്കൊണ്ട് നിത്യരാജ്യത്തിന് ഓഹരിക്കാരാകുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ ശബ്ദപരിധിയുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. സകല യേശുവിൽ കൂടി താഴ്മിടുവിനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അർപ്പിക്കുകയാണ്. കണിശമായിട്ടും ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങളുടെ ആത്മീയത്തിന് ഉതകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ ഞങ്ങൾ എഴുതി അറിയിക്കുക. കണിശമായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ നിങ്ങളെ ബന്ധപ്പെടുത്തുന്നതാണ്.